ഒരു 14,000 വരുന്ന ഇൻഷുറൻസ് ഫ്രീ ആണ്. ഇതിന് ഓഫറായിട്ട് ഒരു 7,000 റുപ്പീസ് ഒരു ജാക്കറ്റ് ഓഫറായിട്ട്. ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ബൈക്കാണ്. അതായത് സുസുക്കിയുടെ 250cc അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ബൈക്കാണ്. അതായത് V-Strom SF 250 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂമായിട്ടാണ്. കാരണം സിറ്റിയിലും ട്രാഫിക്കിലും എല്ലാത്തിലും ഓടിക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് വരുമെന്ന് വെച്ചാൽ ഫുള്ളി LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ കോമൺലി ജിക്സറിലൊക്കെ കണ്ട അതേ ഒരു സെയിം ഡിസൈനിൽ സെയിം ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഇതിപ്പം ഡിം ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഡിം ഇടുമ്പോൾ മുകളിലത്തെ ടോപ്പിലെ ആ പോർഷനും താഴത്തെ ആ ഒരു സ്ട്രിപ്പ് DRL ആ ഒരു ചെറിയൊരു യൂണിറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ് ഇടുമെന്ന് വെച്ചാൽ ആ മിഡിലെ യൂണിറ്റും കൂടെ കത്തുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്ററായിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. പിന്നെ ഫുള്ളി LED ആണ്, അതുകൊണ്ട് നല്ല ബ്രൈറ്ററാണ്. ഞാൻ പറഞ്ഞ പോലെ ജിക്സറി വന്ന അതേ ഒരു മോഡലാണ്. സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്, LED ഒന്നും അല്ല വരുന്നത്. ആ ഒരു പോർഷനിൽ ആ ഒരു V-Strom SX എന്ന് പറഞ്ഞൊരു ബാജിങ് വരുന്നുണ്ട്. ആ ഒരു യെല്ലോ കളറിൽ ശരിക്കും ഒരു അഡ്വഞ്ചർ സ്പോർട്സ് സെഗ്മെൻറ്റിലെ ആ ഒരു ലുക്കും ആ ഒരു ഫീലും നമുക്ക് തരുന്നുണ്ട് ആ ഒരു പോർഷൻ നമുക്ക് കാണുമ്പോൾ. പിന്നെ താഴോട്ട് വരുമ്പോഴാണെങ്കിലും വണ്ടി 12 ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. വലിയ ആ ഒരു ഡിസ്കിൻ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയേഴ്സ് വരുമെന്ന് വെച്ചാൽ 19 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ടയേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഓഫ് റോഡും അതുപോലെ തന്നെ ഓൺ റോഡും കേപ്പബിൾ ആയിട്ടുള്ള ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് വ്യൂ വരുമെന്ന് വെച്ചാൽ സുസുക്കി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് SX എന്ന് പറഞ്ഞ ഒരു ബ്ലൂ തീമിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എയർ ഇൻടേക്ക് പോലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്ന ആ ഒരു ഡിസൈനും ആ 250 എന്ന് പറഞ്ഞ ഒരു ലോഗോയും ഒക്കെ കൂടെ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ എഞ്ചിൻ പോർഷൻ വരുമെന്ന് വെച്ചാൽ നമുക്കിവിടെ ആ ഒരു ഓയിൽ ലെവലിൻ്റെ ഇൻഡിക്കേഷൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറെൻറ്റ് കളറാണ്. കോമൺലി വണ്ടികളിൽ ബ്ലാക്ക് ആണ്, ഇത് കുറച്ച് ഒരു മെറ്റാലിക് ഒരു ഡിഫറെൻറ്റ് കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിലും ഒരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡുവൽ സൈലൻസർ ആണ് വന്നിരിക്കുന്നത്. ഞാൻ പുറത്തോട്ട് ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കയപ്പിക്കാവുന്നതാണ്. പിന്നെ ബാക്കിലും ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ വരുമെന്ന് വെച്ചാൽ ഇതിൽ 17 ഇഞ്ച് ടയേഴ്സ് ആണ് വരുന്നത്. അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബാക്കിലും സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബാക്കിലെ ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുമ്പോഴും നമ്മൾ ജിക്സറി കണ്ട അതേ ഒരു ഡിസൈനിലാണ്. പിന്നെ ബാക്കിലായിട്ട് വരുമ്പോഴാണ് ഗ്രാബ് റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ട്രാവൽ ബോക്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സീറ്റ്സ് വരുമ്പോഴാണെങ്കിലും നല്ല കുഷനിങ്ങുള്ള സീറ്റ്സും അവിടെ ആയിട്ടൊരു SX എന്ന് പറഞ്ഞൊരു ബാജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ താഴെയായിട്ടാണ് അതിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് പില്യൻ സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കീ വെച്ച്. അങ്ങനെ ബാക്കിലെ പില്യൻ സീറ്റ് റിമൂവ് ചെയ്തു. അപ്പം ഇത് ഈസിലി ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്ന. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അകത്ത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും അതുപോലെ ചെറിയ നമുക്ക് ഡോക്യുമെൻറ്റ്സ്, വണ്ടിയുടെ ഇൻഷുറൻസ്, അതർ കാര്യങ്ങളൊക്കെ ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഏരിയ പോലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ ബാക്ക് സൈഡിൽ താഴെയായിട്ട് വരുമ്പോഴാണെങ്കിലും ഒരു സാരി ഗാർഡ് പോലും കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഇൻബിൽറ്റായിട്ട് വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കിലും നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഫുഡ് റെസ്റ്റ് ഗ്രിപ്പ് ഔട്ടാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് കമ്പനി ഇൻബിൽറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഗാർഡ് പോലും വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു V-Strom SX-ൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആണ് നമ്മൾ പിടിച്ചിരിക്കേണ്ട ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഇരുന്നുള്ള ഒരു പൊസിഷനാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീങ്ങിയിരിക്കാം. എന്നാൽ ബാക്കിലോട്ട് നീങ്ങിയിരിക്കുമ്പോൾ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള സീറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു നീണ്ട റൈഡിങ് പൊസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലോങ് സ്ട്രെച്ചിനൊക്കെ പോകാൻ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ 2 സീറ്റ്സ് വരുമ്പോൾ അത്യാവശ്യം നല്ല കുഷനിങ് നല്ല ബ്രോഡറായിട്ടുള്ള സീറ്റ്സാണ്. റൈഡർ സീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പില്യൻ സീറ്റ് ആണെങ്കിലും നല്ല ബ്രോഡറായിട്ടും നല്ല കുഷനിങ് ഉള്ള ഒരു സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ പില്യൻ സീറ്റ് ഞാൻ ജസ്റ്റ് ഇരുന്ന് നോക്കി, പക്ഷേ പില്യനെ വെച്ചോണ്ട് ഞാൻ ഓടിച്ചിട്ട് അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് ഞാൻ ബാക്കിൽ ഇരുന്ന് പോയില്ല. അപ്പോൾ ബട്ട് സ്റ്റിൽ വളരെ കംഫർട്ടബിൾ ആണ് ഫ്രണ്ടിൽ ഇരുന്നിട്ട്. അങ്ങനെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോൾ ഒരു ഉയർന്ന റൈഡിംഗ് പൊസിഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു വിസിബിലിറ്റി ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ വരുമ്പോഴും കുറച്ച് മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഷെയ്ഡ് പോലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നല്ല ഒരു വെയിലൊക്കെ ഉള്ള വെളിച്ചമടിക്കുന്ന ടൈമിൽ കുറച്ചൊരു വിസിബിലിറ്റി കൂട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ മീറ്ററിൽ വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട്, പിന്നെ 2 ട്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് നാവിഗേഷനൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ മോഡ്സും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സുസുക്കിയുടെ ആപ്പ് ത്രൂ ആണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ്റെ കാര്യങ്ങളൊക്കെ അതേ ഇൻഫർമേഷൻ അവിടെ ബോട്ടം പോർഷനിൽ വരുന്നതാണ്. പിന്നെ RPM ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ നോർമലി വരുന്ന പോലെ തന്നെ ടൈമും വരുന്നുണ്ട്.
പിന്നെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഹോൾഡർ മാത്രം നമുക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. ഇനി റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോൾ ബേസിക്കായിട്ട് കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുമ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. അത്രയാണ് മെയിനായിട്ട് റൈറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ബ്രേക്കിന് ഒരു ഗാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും വണ്ടിക്ക് ആ ഒരു അട്രാക്റ്റീവ് ഫീലാണ് ലഭിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നോക്കും. പിന്നെ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മിറേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്രയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട്. താഴെയായിട്ട് അത് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും തൊട്ട് താഴെയായിട്ടാണ് ഹോൺ വരുന്നത്. പിന്നെ ഒരു പാസ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആ ഒരു മീറ്റർ കൺസോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊരു സ്വിച്ച് ഞാൻ ഇവിടെ നമ്മുടെ ഹാൻഡിൽ ബാറയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. പിന്നെ എൻ്റെ ഫ്യൂൽ ടാങ്കിൽ വരുമ്പോൾ നമുക്ക് സുസുക്കിയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ഒരു ഡുവൽ ടോൺ കളറിലാണ് ആ ഒരു യെല്ലോയും പിന്നെ ഒരു മാറ്റ് ഫിനിഷ് കളറിലുമാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വെച്ചാൽ ഒരു 12 ലിറ്റേഴ്സ് ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ജിക്സറിൽ വന്നിരിക്കുന്ന അതേ മോഡൽ ഫ്യൂൽ ടാങ്ക് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പം വണ്ടി അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹൈറ്റിൻ്റെ കാര്യം എൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ കാണും. അപ്പം ഞാൻ കയറി കാണിക്കാം. അപ്പോൾ ഇത്രയും അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ബൈക്കിന് കയറുന്നത് വെച്ചാൽ ഇതേ ചവിട്ടിയിട്ട് ഇങ്ങനെ ആണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കാരണം എനിക്ക് ഫുള്ള് കാല് ഒരു സൈഡിൽ കുത്താനുള്ള ഒരു സ്പേസ് കുറവാണ്. അപ്പോൾ ഇത്ര ഒരു ഹൈറ്റ് വരുന്നുണ്ട്. എനിക്ക് 2 കാലും കൂടെ ഫുള്ളായിട്ട് തറയിൽ കുത്താൻ പറ്റുന്നില്ല. ഒരെണ്ണം ഫുള്ളായിട്ടും ഒരെണ്ണം ഒരു പാർഷ്യലി അത്രേ പറ്റത്തുള്ളൂ. ഒരെണ്ണം ഫുള്ളായിട്ട് കുത്തി കഴിയുമ്പോൾ മറ്റേ കാല് കുത്താൻ. അപ്പം അത്രയും ഒരു ഹൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. പക്ഷേ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെന്ന് വെച്ചാൽ വണ്ടികൾക്ക് എപ്പോഴും ഹൈറ്റും നമുക്ക് ആ ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. എക്സ്നോസ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. ഇപ്പം കേട്ടാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. അപ്പം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ലൗഡറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 250cc എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്വീറ്റ് സൗണ്ടായിട്ടാണ് എനിക്ക് ഇതിലെ എക്സോസ്റ്റ് നോട്ട് തോന്നി. അപ്പോൾ നമ്മളൊരു 100 സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കരം ഒരു നോയ്സി ആയിട്ടൊന്നും വരത്തില്ല. ആ ഒരു സ്വീറ്റ് സൗണ്ട് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഇനി ഡയറക്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്കി ഫീച്ചേഴ്സും ബാക്കിയുടെ ആ ഒരു റൈഡിങ് ക്വാളിറ്റിയും ആ ഒരു പെർഫോമൻസിൻ്റെ പവറിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെ പറയാവുന്നതാണ്. വീസ്ട്രോം വരുന്നതെന്ന് വെച്ചാൽ 250cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കോൾഡ് എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 26 PS at 9300 RPM. ഇതിന് കിട്ടുന്ന മാക്സിമം ടോർക്ക് എന്ന് വെച്ചാൽ 22 Nm at 7300 RPM ആണ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു 6-speed ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയും കൊണ്ട് ഞാൻ അത്യാവശ്യം പത്തനംതിട്ടയിലുള്ള അത്യാവശ്യം ട്രാഫിക്കും അതുപോലെ തന്നെ ചെറിയൊരു ലോങ് സ്ട്രെച്ചും പിന്നെ കുറച്ച് ഓഫ് റോഡും ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വണ്ടിയുടെ പവർ ഡെലിവറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലീനിയൻ പവർ ഡെലിവറിയാണ് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഇനീഷ്യലിലാണെങ്കിലും മിഡ് റേഞ്ചിലാണെങ്കിലും ഒരേ ഒരു പെർഫോമൻസ് ആണ് വണ്ടിയുടെ ഒരു പവർ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു മിഡ് റേഞ്ചിലും ഒരു ഹൈ എൻഡിലാണെങ്കിലും ആ ഇനീഷ്യലിലുള്ള ഒരു മോഡറേറ്റ് ലെവലിലെ ഒരു പെർഫോമൻസ് ആണ് ലഭിക്കുന്നത്. ഒരു ഹൈ എൻഡ് പെർഫോമൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി അഡ്വഞ്ചർ സെഗ്മെൻറ്റ്, ഒരു 250 അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് തന്നെയാണ്. കാരണം ഒരു 150cc അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അഡ്വഞ്ചർ സെഗ്മെൻറ്റിലോട്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം അത്രയ്ക്കൊരു ഹൈ എൻഡ് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉള്ളൊരു നമുക്കൊരു ഇനിഷ്യൽ പഞ്ചൊന്നും ഇനിഷ്യലി എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിന് വളരെ കംഫർട്ടബിളായിട്ട് ഓടിച്ചു പോകാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വലിയ ലാഗ് ഒന്നും വരുന്നില്ല. പക്ഷേ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പം കുറച്ച് ഒരു ആവറേജ് പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്ക് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു സ്റ്റോളറായിട്ടുള്ളതും നമുക്കൊരു കയറി ഇരിക്കുമ്പോൾ ഒരു നല്ല വിസിബിലിറ്റി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ് വരുന്നത്. പിന്നെ ഇൻബിൽറ്റായിട്ട് തന്നെ ഒരു വിൻവൈസർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 80 to 100 സ്പീഡ് റേഞ്ച് വരെ അത്യാവശ്യം നല്ലൊരു വിൻഡി എന്നുള്ള ഒരു വിൻഡ് ബ്ലാസ്റ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് നമുക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഫീൽ ചെയ്യും. കാരണം വണ്ടിക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 167 കിലോസ് ആണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വലിയ വിൻഡ് ബ്ലാസ്റ്റ് ഒന്നും വന്നു കഴിഞ്ഞാൽ വലിയ സീൻ വരത്തില്ല. ബട്ട് വെയിറ്റ് കുറഞ്ഞ ഒരാളാണ് ഓടിക്കുന്നതെങ്കിൽ നല്ല
പാടം അതുപോലത്തെ രണ്ട് സൈഡിലും ഫ്രീ ആയിട്ട് കിടക്കുന്ന ഓപ്പൺ ഏരിയയിൽ കൂടെ ഒക്കെ നല്ല സ്പീഡിലൊക്കെ പോകുന്ന ടൈമിൽ നല്ല കാറ്റടിക്കുമ്പം അത്യാവശ്യം കാറ്റ് പിടിക്കുന്നുണ്ട്. ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. വെയിറ്റ് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ പില്ലിയനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ബട്ട് സ്റ്റിൽ വണ്ടിക്ക് ആ വെയിറ്റ് കുറവായതുകൊണ്ട് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് ഫീൽ ചെയ്തു, എനിക്കും ഫീൽ ചെയ്തു. അപ്പം വെയിറ്റ് കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് ഹാൻഡ്ലിങ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നി. ഞാൻ പില്ലിയനെ വെച്ചും ഓടിച്ചു, അല്ല സിംഗിളായിട്ട് ഓടിച്ചപ്പോഴും ഹാൻഡ്ലിങ് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ആ ഒരു ഇനിഷ്യൽ പഞ്ച് നമുക്ക് ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു ലൈറ്ററായിട്ട് തോന്നി. സോ ആ ഒരു ഫീലാണ്. അപ്പോൾ ഇനിഷ്യൽ പഞ്ച് കുറച്ച് കുറവാണ്. അതിന് കാരണം ഈ റേഞ്ചിൽ വരുന്ന മറ്റ് അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും KTM അഡ്വഞ്ചർ 250 കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിന് ആ ഒരു ഇനിഷ്യൽ പഞ്ച് കുറച്ച് കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയ്ക്കകത്ത് നേരത്തെ പറഞ്ഞത്. കാരണം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ബാക്കി എല്ലാം അത്യാവശ്യം പെർഫോമൻസും അതിൻ്റെ കംഫോർട്ടും പവറും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഓടിച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വണ്ടി ഒരു 80 to 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ക്രൂസ് ചെയ്തുകൊണ്ട് പോകാവുന്ന ഒരു സ്പീഡ് ലിമിറ്റാണ്. അപ്പം വണ്ടിയിൽ ഒരു 110, 120 വരെയൊക്കെയാണ് എനിക്ക് മാക്സിമം പോകാൻ ഒരു ഏരിയ കിട്ടിയത്. അത് വിഷ്വലിനകത്ത് കിട്ടിയിട്ടില്ല, ഞാൻ തന്നെ ഓടിച്ച് നോക്കുമായിരുന്നു. അപ്പം എനിക്ക് ഇതിൽ അത്യാവശ്യം നമുക്കൊരു ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 135 വരെയൊക്കെ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ട്രെയിറ്റ് ഹൈവേ അത്രയും റോഡ് കിട്ടിയില്ല. ശരിക്കും കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പം നമ്മളെ കുറച്ച് സേഫ്റ്റി സൈഡും കൂടെ നോക്കേണ്ടതുകൊണ്ട് അപ്പം ഞാൻ ഒത്തിരി ത്രോട്ടിൽ കൊടുത്ത് പോയില്ല. വണ്ടി കൊണ്ട് ഞാനൊരു 110 സ്പീഡൊക്കെ എത്തിയപ്പം പില്ലിയനെ വെക്കാതെ പോയപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു വിൻഡ് ബ്ലാസ്റ്റ് ഫീൽ ചെയ്തു. ശരിക്കും വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് പില്ലിയനെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡ് നമുക്ക് കുറച്ചുകൂടെ വിൻഡ് ബ്ലാസ്റ്റ് കുറഞ്ഞിരിക്കും. പിന്നെ ഇതിന് ആ ഒരു വിൻഡ് വൈസർ വരുന്നതുകൊണ്ട് നമുക്കൊരു 100 വരെ ഒരു സ്പീഡ് ലിമിറ്റ് വരെ നമുക്കൊരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നതാണ്. പിന്നെ നമുക്ക് ഈ വിൻഡ് വൈസർ ചെറിയ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. ബട്ട് നമുക്ക് ചെറിയ ടൂൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്പീഡ് ലിമിറ്റിൽ നമുക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ആളാണ് ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും ഞാൻ പറയുന്നതാണ്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പിന്നെ ഒരു ഹൈ പെർഫോമൻസ് എഞ്ചിനാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ലെസ് എമൗണ്ട് ഓഫ് വൈബ്രേഷൻസ് ആണ് എനിക്ക് ഓടിച്ച ടൈമിൽ ഫീൽ ചെയ്ത്. കാരണം ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത ടൈമിലും എനിക്ക് വണ്ടി ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അധികം റെഡ് ലൈൻ ചെയ്ത് ഞാൻ ഓടിച്ചില്ല, അതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക് വലിയൊരു നോയ്സി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാറിലൊന്നും ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലോ നമ്മൾ ആ ഒരു ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പോകുന്ന ടൈമിലൊന്നും വലിയ വൈബ്രേഷൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മിറേഴ്സയിലാണെങ്കിലും എങ്ങും ആ ഒരു വൈബ്രേഷൻ എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ടോപ്പ് എൻഡ് ഒക്കെ എടുത്ത ടൈമിൽ ഒരു 100 ആ ഒരു റേഞ്ച് വന്നപ്പോൾ എനിക്ക് മിനിമം ലെവൽ ഓഫ് വൈബ്രേഷൻസ് ഫുഡ് പെഗിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വണ്ടി ഞാൻ അത്യാവശ്യം എല്ലാ റോഡ് കണ്ടീഷൻസിൽ നിന്ന് ഓടിച്ചപ്പോൾ എനിക്കൊരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ലഭിച്ചെന്ന് വെച്ചാൽ ഒരു 31 to 34 റേഞ്ചിലാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതലും കുറച്ച് സിറ്റി ട്രാഫിക് സൈഡൊക്കെയാണ് കൂടുതൽ ഓടിച്ചത്. വളരെ ലോങ് സ്ട്രെച്ച് ഹൈവേ ഒന്നും പോയില്ല. അതുകൊണ്ടാണ്. അപ്പം കുറച്ചുകൂടെ ഒരു ലോങ് സ്ട്രെച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു 33+ മൈലേജ് ലഭിക്കുന്നതാണ്. ഇനി ഈ വണ്ടി ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി അഡ്വഞ്ചർ 250 സെഗ്മെൻറ്റ് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 150cc അല്ലെങ്കിൽ 200cc എന്നൊക്കെ ഒരു സ്പോർട്സ് ബൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേക്കഡ് ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒരു വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയും തരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് ഷോർട്ടറായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൺവീനിയൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്കുകളൊക്കെ ധാരാളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ബട്ട് നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൊന്നുമല്ല, നമ്മൾ എവിടെയെങ്കിലും കയറ്റമൊക്കെ വരുന്ന ടൈമിൽ ഒന്ന് യൂ ടേൺ എടുക്കാൻ അങ്ങനെയൊക്കെ വരുമ്പം ഇത് വണ്ടിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഷോർട്ടറായിട്ടുള്ള ആൾക്കാർക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരാം. അത്രയുമാണ് എനിക്ക് ഓടിച്ചപ്പോൾ ഫീൽ ചെയ്തത്. അങ്ങനെ ഞാൻ വണ്ടി അത്യാവശ്യം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി ചെറിയ 2-3 ഡ്രോബാക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ABSന് ഒരു ഓപ്ഷനായിട്ട് ABS നമുക്ക് ഓൺ ഓഫ് ചെയ്യാനൊരു ഓപ്ഷനും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ചില നമുക്ക് റോഡ് കണ്ടീഷനൊക്കെ അനുസരിച്ച് ABS ഓഫ് ചെയ്തിട്ട് ഓടിക്കേണ്ടതായിട്ട് വരുന്ന ടൈമിൽ ആ ഒരു ഓപ്ഷൻ വരാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് വെച്ചാൽ 12 liters ആണ്. ശരിക്കും അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്ക് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്യൂൽ ബ്രേക്ക്
കുറയ്ക്കാൻ വേണ്ടി ഒരു 13 ലിറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡിസ്റ്റൻസ് കവറപ്പ് ചെയ്യാമായിരുന്നു. ശരിക്കും നമുക്ക് ലിറ്റേഴ്സ് കുറവാണ് വരുന്നതെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിൽ മൈലേജ് ആ ഒരു 33 to 35 റേഞ്ചാണ് എനിക്ക് കിട്ടിയത്. സോ അങ്ങനെ ചിന്തിക്കുമ്പം കുറച്ചുകൂടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നി. അടുത്തായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഐ ബട്ടൺ പോലെ നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡോമീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരു ഐ ബട്ടൺ പോലെ നമ്മുടെ ആ ഒരു ഹാൻഡിൽ ബാറിലുണ്ടായിരുന്നത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് ആ ഒരു മീറ്ററിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും എന്തെങ്കിലും റണ്ണിങ് ടൈമിൽ ട്രിപ്പ് ടൈം അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി നോക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതൊരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ടും നമുക്ക് നേരെ ഇരുന്നുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മീറ്ററിൻ്റെ അടുത്ത് വരെ തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓടിക്കുന്ന ടൈമിൽ. ബട്ട് ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് ബൈക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വണ്ടിയുമായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഈസിലി അതേ തൊടാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നി. ഇത്രയൊക്കെ കാര്യങ്ങളാണ് വണ്ടിയെപ്പറ്റി ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ വണ്ടിയുടെ ഓഫേഴ്സും കാര്യങ്ങളുമാണ്. അപ്പം അത് ഡയറക്റ്റ് ഷോറൂമിലെ സെയിൽസ് മാനേജറോട് തന്നെ ചോദിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. കാരണം ഇപ്പം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് വണ്ടിക്ക് കറൻ്റ്ലി. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സുസുക്കി വി-സ്ട്രോമിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ സെയിൽസ് മാനേജർ വിഷ്ണു ചേട്ടനോട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതിനിപ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്താണ് വരുന്നത്? 278 വരുന്നുണ്ട് ഇതിന് ഓൺ റോഡ് പ്രൈസ്. അപ്പം ഇപ്പോൾ കറൻ്റ് ഇതിന് നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഇപ്പോൾ വരുമ്പോൾ നമുക്കിപ്പോൾ ഇൻഷുറൻസ് ഫ്രീ ഒരു 14,000 രൂപ ഇൻഷുറൻസ് ഫ്രീ ഉണ്ട്. അപ്പം 2 വീലേഴ്സിന് മോസ്റ്റ് പ്രോബബ്ലി വരുന്നതെന്ന് വെച്ചാൽ 5 ഇയേഴ്സ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ 5 ഇയേഴ്സിന് ഇതിൻ്റെ ഇൻഷുറൻസ് ഫ്രീ ആണ്. ഓൾമോസ്റ്റ് ഒരു 14,000 വരുന്ന ഇൻഷുറൻസ് ഫ്രീ ആണ്. അതിപ്പോഴത്തെ ഓഫറാണ്. അത് കൂടാതെ 7,000 റുപ്പീസിൻ്റെ ജാക്കറ്റ്. ഇപ്പം ഒരു 7,000 റുപ്പീസിൻ്റെ ഒരു ജാക്കറ്റ് ഞാൻ കാണിക്കാം. അതും ഇതിൻ്റെ കൂടെ ഓഫർ പ്രൈസ് ആണ്. പിന്നെ അതുകൂടാതെ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഴയ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എക്സ്ചേഞ്ച് ഓഫർ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വാറണ്ടി ഇതിന് 2 ഇയേഴ്സ് ആണ് വരുന്നത്. അത് പ്ലസ് ഒരു 3 ഇയേഴ്സിനുള്ള ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ആക്സസറീസ് നമുക്കിതിനകത്ത് പല സാധനങ്ങൾക്കും കുറച്ചുകൂടെ കൂടുതൽ പാർട്സിന് വാറണ്ടി ലഭിക്കുന്നതാണ്. ഈ 3 ഇയേഴ്സ് പാക്കും കൂടെ കിട്ടും. കാരണം 2 ഇയേഴ്സ് വരുമ്പം അതിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഓഫറല്ല വാറണ്ടി ലഭിക്കുന്നത്. അപ്പോൾ ഈ 3 ഇയേഴ്സും കൂടെ ഫ്രീ ആയിട്ട് ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനകത്തെ പാർട്സിനും എഞ്ചിനകത്തെ പല പാർട്സിനും ഓഫേഴ്സ് ലഭിക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഏതൊക്കെ പാർട്സിനാണ് ലഭിക്കുന്നത് എന്നുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ജാക്കറ്റ് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫറായ ജാക്കറ്റിൻ്റെ കാര്യമാണ്. കാരണം ഓഫറായിട്ട് ഒരു 7,000 റുപ്പീസിൻ്റെ ഒരു ജാക്കറ്റ് ഓഫറായിട്ട് വരുന്നുണ്ട്. അത് വി-സ്ട്രോമിൻ്റെ ഓഫറാണ് അല്ലേ. അപ്പം അതാണ് ഈ ജാക്കറ്റ്. എടുത്തോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സുസുക്കിയുടെ ഒരു ലോഗോയും കൂടെ വരുന്ന ഒരു ജാക്കറ്റാണ്. ഇതിനകത്ത് തന്നെ എല്ലാം പ്രൊട്ടക്ഷനും എല്ലാം ഉള്ള ജാക്കറ്റാണ്. അപ്പം സത്യം പറഞ്ഞാൽ അതൊരു നല്ല ഓഫർ തന്നെയാണ്. അപ്പോൾ ഈ ഓഫറിൻ്റെ പീരീഡ് ചിലപ്പം ഈ ഡിസംബറും കൊണ്ട് ചിലപ്പോൾ എൻഡ് ചെയ്തേക്കാം, പറയാൻ പറ്റത്തില്ല. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ വരെ കറൻ്റ്ലി ഇപ്പോൾ ഈ ഓഫർ ഉണ്ട്. അപ്പം അതുകൂടാതെ പിന്നെ ഹെൽമെറ്റ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഫ്രീ ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹെൽമെറ്റ് നമുക്ക് ഫുൾ കവർ ഹെൽമെറ്റും ഹാഫ് ഹെൽമെറ്റും വരുന്നുണ്ട്. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് അപ്പം ഓഫറായിട്ട് വരുന്ന ജാക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എമൗണ്ട് പ്രൈസ് ഇതിലെ ടാഗ് ഞാൻ കാണിക്കാം. ഇതിലപ്പം വന്നിരിക്കുന്ന പ്രൈസ് ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ 6,999. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസിൻ്റെ ഒരു അടിപൊളി ജാക്കറ്റാണ്. അതും ഒരു ഡുവൽ ടോൺ കളറാണ്. എന്ന് വെച്ചാൽ ആ ഒരു വി-സ്ട്രോമിൻ്റെ അതുമായിട്ട് ഒരു സിമിലർ കളർ തന്നെയാണ് വരുന്നത്. സുസുക്കിയുടെ ലോഗോയും കൂടെ ഉള്ള ഒരു ജാക്കറ്റ് തന്നെയാണ്. ഇത് കൂടാതെ ഒരു ഓഫറും കൂടെ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കാരണം എല്ലാ വണ്ടികളും ഫസ്റ്റ് സർവീസ് എന്ന് വെച്ചാൽ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും അത് നമുക്ക് ഓയിലിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഓയിലിൻ്റെ എമൗണ്ടും ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഫസ്റ്റ് സർവീസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 ഓഫറോളം വണ്ടിക്ക് കറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയെ പറ്റി ഓവറോൾ വണ്ടിയുടെ ഫീച്ചേഴ്സിനെ പറ്റിയും വണ്ടിയുടെ ഓഫേഴ്സിനെ പറ്റി കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഓഫേഴ്സിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. അപ്പോൾ വണ്ടിയെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണം, വണ്ടി ബുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ സുസുക്കിയുടെ ഷോറൂം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ നമ്പേഴ്സും കാര്യങ്ങളും സെയിൽസ് മാനേജർ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. അതുപോലെ തന്നെ വണ്ടി റിലേറ്റഡ് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പം വീഡിയോ